കുട്ടി ഇവിടെ തുണി ഉടുക്കാൻ പാടില്ലെന്ന് നിയമമുണ്ടോ? มองไรแขกตัวเหม็นไปไหนก็ไปเลยพูดอะไรก็ไม่รู้เรื่องไปบอกให้ไปไงไปสิไป കുട്ടി സഹോദരി എന്നെയാണോ കാത്തു നിൽക്കുന്നത്? ദേ കണ്ടില്ലേ, ഞാൻ ഇയാളെയാ കാത്തു നിൽക്കുന്നത്. എന്റെ പേരും മണിയപ്പനെന്നാ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. ഏയ് മണിയപ്പൻ, ഞാൻ നിങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വന്നതാ. പിക്കപ്പാ? വന്നിറങ്ങിയപ്പോഴേ പിക്കപ്പാ? ചുമ്മാ അല്ല ബാങ്കോക്കിനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞത്. ഓക്കേ, ലെറ്റ്സ് ഗോ. അടേ ലെറ്റ്സ് മൂവ്. ഹായ്, ഐ എം സമാന്ത. സാവിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഭയങ്കരം, കൊച്ചിയേക്കാൾ കിടിലം. ഞാൻ മണിയപ്പൻ, സാവീര ഭയങ്കര ദോസ്ത. ഞാൻ ഇവിടെ വന്നിറങ്ങിയ അപ്പം അമ്മയെ വിളിക്കണമെന്നാ പറഞ്ഞ. സാവീര അമ്മയെ വിളിക്കണം. ഫോൺ എന്താ, ഫോൺ വേണോ? ദേ വിളിച്ചു. ഒന്ന് കുത്തി തരുമോ? ഹലോ മമ്മ. മണിപ്പ എത്തിയോ? ഞാനിങ്ങ എത്തി. അവനെ കണ്ടിട്ടില്ല, കാണാൻ പോവുകയാണ്. മമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട, ഇനി ഞാനുണ്ടല്ലോ ഇവിടെ. നീ അവിടെ എന്തെങ്കിലും ജോലിക്ക് പോണേ. ഇവിടുത്തെ പോലെ അവന്റെ വാലായി നടക്കരുത്. പിന്നെ നിന്റെ തടി അല്പം കൂടുന്നുണ്ട്, ഭക്ഷണം കുറയ്ക്കണം. ശരി മമ്മ. എങ്ങത്താ? ഹലോ, ഹായ് മമ്മ, ഐ എം സമാന്ത. നോ നോ നോ, ഞാൻ സാവിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഹലോ, നിന്നെ ഇടയായിട്ട് കാണാനേ കിട്ടണല്ലോ. എന്താ ഇത്ര വലിയ തിരക്ക്? ഹേ, ഒരുപാട് വർക്കുണ്ട്. എന്ത് വർക്ക്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല മച്ചു, ഞാൻ നിന്നെ ചുമ്മാ ഒന്ന് തോണ്ടിയതല്ലേ. നീ ആ രാമോഹനെ എല്ലാ ദിവസവും കാണാറുണ്ടോ? എന്താ നീ അയാളെ കാണാറില്ലേ? ഉണ്ട്. അല്ല, നിനക്കെന്താ അയാളെ കുറിച്ചുള്ള അഭിപ്രായം? നെവർ ഡിസ്കസ് വൺസ് എംപ്ലോയർ ഇൻ ഹിസ് ആബ്സെൻസ്. അതാ എന്റെ പോളിസി. അത് നിന്റെ മാത്രം പോളിസി അല്ലല്ലോ. സമാന്തയ്ക്ക് നിന്റെ അടുത്തുള്ള അടുപ്പം കാണുമ്പോ എനിക്ക് തോന്നാറുണ്ട് നിന്നെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ. എനിക്ക് വെറുതെ തോന്നാറുണ്ട് നിന്നെ അങ്ങ് തട്ടിക്കളഞ്ഞാലോന്ന്. ഹായ്, മണിയപ്പനെ ഞാനൊന്ന് കറങ്ങാൻ കൊണ്ടുപോയതാ. ദേ ഞങ്ങള് ഡിന്നറും കഴിച്ചു. മച്ചു, കിടിലൻ രാജ്യം, കിടിലം ഭക്ഷണം. പക്ഷെ ഒരു ഒറ്റ പ്രശ്നം, റോഡിൽ എവിടെയെങ്കിലും ഇറങ്ങിയ ഓരോരുത്തന്മാര് വന്ന് ചോദിക്കും ബുംബും വേണോ, ബുംബും വേണോ. ഈ കുട്ടിയുടെ അടുത്ത് അത് കഴിക്കാനുള്ള സാധനമാണോ എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടി ഒന്നും മിണ്ടുന്നുമില്ല. ഇതാണോ ഇന്ന് ലാൻഡ് ചെയ്ത ഐറ്റം? അതെ. ഏതാ നമ്മുടെ രാജ്യം? കൊച്ചി. ഓഹോ, നടക്കൂ. ഭൂമിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ശരി. അയ്യേ, എടാ സാവി, നിന്റെ ഈ ഫ്രണ്ട് മൊത്തം വൃത്തിയോട് പറയുന്നു. ഈ കുളിസി കാണാൻ എങ്ങനെ താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ പൂളിൽ ഇങ്ങനെ ഹോട്ട് ചിക്സിനോടൊപ്പം ഒരു സ്മോളൊക്കെ അടിച്ച് ഇവരുടെ കൂടെ ഇങ്ങനെ ട്യൂബിൽ ഫ്ലോട്ട് ചെയ്ത് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആക്ച്വലി ഞാൻ ഈ പുഴയും കുളമൊക്കെ ഉള്ള നാട്ടിൽ നിന്നാണെങ്കിലും എനിക്ക് നീന്താൻ അറിയില്ല. ഇനി വേണം മോനെ പലതും പഠിക്കാൻ. പ്രേം, അളിയ, താനിവിടെ ഇല്ലേ? ഏയ്, ഞാനൊന്ന് ആലോചിക്കുകയായിരുന്നു. എന്ത്? നീ പറഞ്ഞ പോലെ നമുക്കൊരു ദിവസം ഈ പൂളിൽ കിടന്ന് ഡ്രിങ്ക്സ് കഴിക്കണം.
അത്രേ ഉള്ളൂ. എപ്പോ അടിച്ചു എന്ന് ചോദിച്ചാ പോരെ. പക്ഷേ നീന്താൻ അറിയില്ലടോ. പേടിക്കണ്ട, അത് നിന്നെ ഞാൻ പഠിപ്പിച്ചു തരും. ദാറ്റ്സ് എ ഗുഡ് ബോയ്. Happy birthday to you. Happy birthday to you. Happy birthday to you. Guys, it's a huge surprise. എടാ സാവി മുറിയടാ. Hey, no, wait. Usually, birthday candles അണയ്ക്കുക അല്ലേ? But this birthday is with a difference. Light a candle. Oh. Now you cut the cake. Many more happy returns of the day. Thank you. ഇനിയും ഒരുപാട് ബർത്ത്ഡേകൾ നിനക്ക് ആഘോഷിക്കാനുണ്ടാവട്ടെ. നിനക്കും. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് ഇവരെങ്ങനെ അറിഞ്ഞു? നീ പറഞ്ഞു? ഇതൊക്കെ ഓർത്തിരിക്കാൻ നീ ആര് ചാച്ചാ നെഹ്റു? ഇതൊക്കെ ഈ കുട്ടിയുടെ പണിയല്ലേ? മമ്മേരെ അടുത്തുനിന്ന് ചോർത്തി എടുത്തതല്ലേ? സാവിയുടെ എല്ലാ കാര്യങ്ങളും മമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനിയുണ്ട് സർപ്രൈസ്. സർപ്രൈസ്! സാവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യോ മമ സ്പെഷ്യൽ. ചേടാ, പട പേടിച്ച് പന്തളത്ത് നിന്നപ്പോ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞ പോലെയായി. യവനെ കാണാൻ എപ്പോഴൊക്കെ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ മമ്മ എടുത്തു തരും പഴം കഞ്ഞി, പഴം വെട്ടിയിട്ട ഈ ഐറ്റം. എന്റെ തടി കണ്ട, ഇതിനൊക്കെ കാരണക്കാരെ അവനാ. തടി കൂടാനുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഈ ബുദ്ധി കുറയാൻ അത് എന്തുകൊണ്ട് ഞങ്ങള് ജിമ്മിൽ പോണോണ്ടാ. അളി എന്തുകൊണ്ടാ എന്റെ പേര്? ഇത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പോറിഡ്ജ്. പക്ഷെ മമ്മ പറയുന്നത് ഇറ്റ്സ് എ ഡിഷ് ഓഫ് ലവ് എന്ന്. ബർത്ത്ഡേ ആയിട്ട് മമ്മയെ വിളിച്ചില്ലേ? ഇല്ല. താങ്ക്സ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഡേ. താങ്ക്സ് ഫോർ എവറിത്തിങ്. ആഹാ, ഏത് കലക്കി. ഹീമാനിൽ നിന്ന് ഒരു സോഫ്റ്റിയിലേക്കുള്ള ഈ ട്രാൻസ്ഫർമേഷൻ ചാമിങ്. അതെ, ഇനിയൊന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പോഴും മമ്മിക്കും തനിക്കും ഇടയിൽ വേറെ ആരുമില്ല.